നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കുകയാണ് LDF-ഉം. സ്വതന്ത്രരെ വിജയിപ്പിച്ച നിരവധി ചരിത്രം CPM-നുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. സ്വതന്ത്രരെ പരീക്ഷിക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്ന കാര്യം CPI മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന് PP സുനീർ എം 24-നോട് പ്രതികരിച്ചു. അതേസമയം നാളെ നിലമ്പൂരിൽ നടത്താനിരുന്ന അടിയന്തര യോഗം തൃണമൂൽ കോൺഗ്രസ് മാറ്റിവെച്ചു. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയാരെന്ന അന്തിമ തീരുമാനത്തിലേക്ക് CPIM എത്തുക. PV അൻവർ അടഞ്ഞ അധ്യായമാണെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച നിരവധി ചരിത്രം പാർട്ടിക്കുണ്ടെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. PV അൻവർ എന്നത് CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും അടഞ്ഞ അധ്യായമാണ്. ആ ചാപ്റ്റർ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അൻവറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് സർക്കാർ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് CPI നേതാവും MP-യുമായ PP സുനീർ 24-നോട്. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന LDF ഗവൺമെന്റിന്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അത് വോട്ടായി നൽകണമെന്നാണ് നിലമ്പൂരിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നതിന് ശേഷമാകും UDF സ്ഥാനാർത്ഥി നിർണയമെന്നും PV അൻവറിന്റെ പിന്തുണ സ്വീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അദ്ദേഹം UDF-ന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് നേതൃത്വം. ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. അതേസമയം നാളെ നിലമ്പൂരിൽ നടത്താനിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അടിയന്തര യോഗം മാറ്റിവെച്ചു. PV അൻവറിന് വ്യക്തിപരമായ അസൗകര്യം ഉള്ളതിനാൽ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് വിശദീകരണം. VS ജോയ്ക്കു വേണ്ടി PV അൻവർ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. 24 മലപ്പുറം.